കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വമാകട്ടെ. ഇന്ന് ഈ ഉയർപ്പിന്റെ ദിവസം, ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എനിക്ക് തന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് തന്ന ഒരു ചിന്ത. അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൽ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ. അതിന്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു: if there is any encouragement in Christ, if there any consolation of love, if there any fellowship of the Spirit, if any affection and compassion. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടല്ലോ, ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ. ആരെങ്കിലും ഈ ഉയർപ്പിന്റെ ദിനത്തിൽ എന്നിൽ ആ ആർദ്രതയുണ്ടെന്ന് പറയുന്നെങ്കിൽ, ആ മനസ്സലിവ് എന്നിൽ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ, ഒരു പ്രബോധനം എന്നിൽ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ആശ്വാസം എന്നിൽ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ, അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത്. എന്തു ചെയ്യണം? നിങ്ങൾ ഏക സ്നേഹമുള്ളവരായി. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഏക മനസ്സുള്ളവരാകണം, ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യം പ്രാപിക്കണം. ഈ വചനം കേൾക്കുന്നവരോട് ഈ ഉയർപ്പിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു: ഏതെങ്കിലും ക്വാളിറ്റി നമ്മളിൽ ഉണ്ടെന്ന് നാം അവകാശപ്പെടുന്നെങ്കിൽ സ്നേഹമുണ്ടാകണം. ഏക സ്നേഹം, ഏക ഭാവം, ഐക്യമത്യം. സ്തോത്രം. അങ്ങനെ ഉണ്ട് എന്ന് നാം പറയുമ്പോൾ അതിൻ്റെ 6-ാം വാക്യവും 7-ാം വാക്യവും 8-ാം വാക്യത്തിലും പരമപ്രധാനമായ ഒരു കാര്യം നമ്മെ വിളിച്ചറിയിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് പകർന്നു തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്താണ് മാതൃക നമുക്ക് കാണിച്ചു തന്നെന്ന് ആ ഭാവം നമ്മളിൽ ഉണ്ടാകണം. ഇവിടെ ഇങ്ങനെ പറയുന്നു, അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, 5-ാം വാക്യം മുതൽ പറയുമ്പോൾ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. മേൽ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ എന്നിലും നിങ്ങളിലും ഉണ്ടെന്ന് നാം അവകാശപ്പെടുമ്പോൾ അതേ പാരഗ്രാഫിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്നു, ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. എന്താണ് ക്രിസ്തുവിന്റെ ഭാവം? പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ താണലോകത്തിലേക്ക് എങ്ങനെ ഇറങ്ങി ദാസ്യ രൂപം എടുത്തു. ദൈവത്തിന് സ്തോത്രം. ഗ്രീക്കിൽ അവിടെ കാണുന്നത് ഡൂലോസ് എന്ന പദമാണ്. ആ വാക്കിൽ നിന്ന് അർത്ഥമാകുന്നത് എന്തെന്നറിയാമോ? വിലയ്ക്ക് വാങ്ങുന്ന അടിമ എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. യജമാനൻ വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന അടിമയ്ക്ക് ഒരുപാട് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല കേട്ടോ. യജമാനനെ 24/7 സേവ ചെയ്യാൻ മാത്രമാണ് ഈ അടിമയെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരു അടിമ ഒരു യജമാനനെ അനുസരിച്ച് നിൽക്കുന്നത് പോലെ ദൈവമായിരുന്ന കർത്താവ്, ദൈവത്തോട് സമനായിരുന്ന കർത്താവ്, തൃത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരുന്നപ്പോൾ പുത്രൻ തമ്പുരാൻ പിതാവിനോടുള്ള അനുസരണ തികഞ്ഞവനായി, ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്ന് പറയുന്ന ശബ്ദത്തിന്റെ മുൻപിൽ എന്നെ അയക്കണമേ, ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഇവിടെ നാം വായിച്ചല്ലോ, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദാസ്യരൂപം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും ജഡരക്തങ്ങളോട് കൂടിയവനാകേണ്ടതിന് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന്
തന്നെത്താൻ ഉയർത്താൻ വേണ്ടി പങ്കപ്പാട് കഴിക്കുന്ന മനുഷ്യൻ. ഇവിടെ കർത്താവ് ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് കടന്നു വന്നു. ഈ ഉയർപ്പിൽ നിങ്ങൾക്കുള്ള സന്ദേശം അതാണ്. കർത്താവ് താണ ലോകത്തിലേക്ക് താണിറങ്ങി വന്നുവെങ്കിൽ, ദാസരൂപം എടുത്തുവെങ്കിൽ, ആ ഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. മർക്കോസ് 16-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവൻ മറുവിലയായി കൊടുപ്പാനും താൻ വന്നു എന്ന് നമുക്ക് കാണുന്നു. മറ്റൊരിടത്ത് പറയുകയാണ്, കർത്താവ് ഉദാഹരണമായി ഉപമകളിൽ പറയുന്നു, ദാസൻ അരകെട്ടി നിന്ന് തന്റെ യജമാനൻ വരുന്നത് വരെ കാത്തുനിന്ന് ശുശ്രൂഷ ചെയ്യുന്നവനാണ് ദാസൻ. മറ്റൊരു പദം ഗ്രീക്കിൽ ഇങ്ങനെ കാണുന്നു, കെനോസിസ് എന്ന വാക്കാണ് കാണുന്നത്. അതായത് സെൽഫ് എംപ്റ്റിയിങ് എന്നാണ് കാണുന്നത്. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണം വരെ അനുസരണം തികഞ്ഞവനായി തീർന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. നാം ആ വായിച്ചത് വേദഭാഗത്തിലേക്ക് വരുമ്പോൾ, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി താഴ്ത്തി, എവിടെയാണ് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. ഉയർപ്പിന്റെ ദിവസം നമുക്ക് ദൈവം തരുന്ന ഒരു ആലോചന ഇതാണ്: നമുക്ക് പദവികൾ വേണ്ട, നമുക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട. കർത്താവായ യേശു ക്രിസ്തു പദവികൾ വെടിഞ്ഞ്, സ്ഥാനമാനങ്ങൾ വെടിഞ്ഞ് താഴ്മ ധരിച്ചുവെങ്കിൽ ആ ഭാവമാണ് ഇന്ന് നമ്മളിൽ വരേണ്ടിയത്. സ്തോത്രം. കർത്താവ് നമുക്കറിയാം, സുവിശേഷത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ തോർത്തെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുവാൻ തുടങ്ങി. പത്രോസ് പറഞ്ഞു, എന്റെ കാല് കഴുകരുത്, തന്നെ തടഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കും ഓഹരിയുമില്ല. എത്ര വലിയ മാതൃകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. ഞാൻ ആദ്യം പറഞ്ഞ വചനം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. വല്ല പ്രബോധനവും ഉണ്ടോ? വല്ല ആശ്വാസവും ഉണ്ടോ? വല്ല സ്നേഹവും ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടോ? വല്ല അഫെക്ഷനും ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടോ? വല്ല കമ്പാഷനും ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, താഴ്മ ധരിക്കട്ടെ. എന്ത് നമ്മോട് പറയുന്നോ അത് ചെയ്യുവാൻ കർത്താവ് അനുസരണമുള്ളവനായി തീർന്നതുപോലെ നമുക്കും അനുസരണമുള്ളവരായി കർത്താവ് കൽപ്പിക്കുന്നത് മാത്രം ചെയ്ത് ഒരു അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വർഷം ഇന്നത്തെ ഈ ഉയർപ്പിന്റെ ഈസ്റ്ററിന്റെ ആഘോഷമൊക്കെയും ലോകമെമ്പാടും ഹല്ലേലൂയ ആഘോഷിക്കുമ്പോൾ അടുത്ത വർഷം വരെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് നടന്നിട്ട് അടുത്ത കഷ്ടാനുഭവത്തിന് മാത്രം കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ചിന്തിക്കാനല്ല, അന്നേരം ഒരു ഉയർപ്പിന്റെ ചിന്ത നമുക്ക് വന്നിട്ട് ആഘോഷിക്കുവാനല്ല, ഇന്ന് കഴിഞ്ഞിട്ട് ഈ നിമിഷം മുതൽ അടുത്ത ഓരോ നിമിഷവും കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് നാം ചിന്തിക്കണം. ഓരോ നിമിഷവും നാം ധ്യാനിക്കണം. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുവാൻ നാം നോക്കണം. അല്ലാതെ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം ഒരു ആഘോഷമാക്കി തീർക്കുകയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ താഴ്മയും ക്രിസ്തുവിന്റെ വിനയവും ക്രിസ്തു കാണിച്ച നല്ല ഭാവവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ ഞാൻ ഇരിക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.